നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ കുറച്ച് അതും ഇതുമായിട്ടുള്ള റോ സിൽക്ക് ഉണ്ട്, ജാംതാനിയുണ്ട്, സെമി മോഡലുണ്ട്, പിന്നെ കുറച്ച് ഹെവി പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റ് കാണിക്കാം കേട്ടോ. ഇത് റോ സിൽക്ക് ബഡ്ജറ്റ് റേറ്റിലുള്ളതാണ്. റോ സിൽക്ക് ഭയങ്കര റേറ്റ് കൂടിയതുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര റേറ്റ് കൂടിയ ഐറ്റവും ഉണ്ട്. ഇതൊരു ബഡ്ജറ്റ് റേറ്റിലുള്ളതാണ്. ഞാനെപ്പോഴും ബഡ്ജറ്റ് റേറ്റിൻ്റെ ആളാണ്. എനിക്ക് ഒത്തിരി ഭയങ്കര പാർട്ടി വെയറിന് വേണ്ടി ഒത്തിരി കോസ്റ്റ് മുടക്കുന്നതിനോട് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എൻ്റെ പേഴ്സണലി ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. കാരണം നമ്മളത് ഒത്തിരി ഉപയോഗിക്കുകയല്ലാത്തതുകൊണ്ട് അതേ റെപ്ലിക്ക അതൊന്നും തിരിച്ചറിയാൻ പോലും പറ്റുകയില്ലാത്ത സാധനം അതിൻ്റെ നാലൊന്നും വിലയ്ക്ക് കിട്ടുമെങ്കിൽ അതല്ലേ നല്ലതെന്നുള്ള ഒരു ചിന്താഗതി. അത്രേ ഉള്ളൂ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു ബ്ലൂ കളർ, ഒരു സഫയർ ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇടത്തെ കൂടെ റോസിൽക്കാണ് മെറ്റീരിയൽ. ഇത് ഇങ്ങനെ ഇരിക്കും. ബോർഡർ രണ്ട് സൈഡിലും ബോർഡർ. ഇത് കണ്ടോ, ഇതാണ് മുന്താണി. നല്ലൊരു ആൻറ്റിക് സെറി വീവിങ് വന്നിട്ട് നല്ലൊരു മുന്താണിയാണ്. നല്ല ഡിസൈനും എല്ലാ കാര്യങ്ങളും എല്ലാം നല്ലതാണ്. ഒരു മെഹന്തി കളറിലുള്ള ത്രെഡ് ഇട്ടാണ് ഈ ഒരു വീവിങ് ചെയ്തിരിക്കുന്നത്. ആൻറ്റിക് സെറി വീവിങ് എന്ന് പറയും. ഇനി ഇതിൻ്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. കൊണ്ട് ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസും ഇങ്ങനെ നല്ലൊരു ആൻറ്റിക് സെറി കോപ്പർ വീവിങ് ആയിട്ട് വന്നിരിക്കുക. ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലാത്ത ഒരു കോമ്പിനേഷൻ. നല്ലൊരു സഫയർ ബ്ലൂവും ഒരു നേവി ബ്ലൂവിൻ്റെ കോപ്പറിൻ്റെയും കൂടെ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു മിശ്രണമായിട്ടുള്ള ഒരു സാരി. ഈ റേറ്റിന് നല്ല സാരിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ റോ സിൽക്കാണ് ഐറ്റം. നിങ്ങൾ ഹാൻഡ് വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം. റേറ്റ് നോക്കിയിട്ടല്ല ഒരു സാധനത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. അതിൻ്റെ മെറ്റീരിയൽ എന്നാണ്, അതിൻ്റെ സ്റ്റഫ് എന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടും അതിൻ്റെ പോയിരിക്കുന്ന വർക്കൊക്കെ നോക്കിയിട്ടും കേട്ടോ. ഇതിപ്പം 2000 താഴെ ബിലോ റേറ്റേ ഉള്ളെന്ന് പറഞ്ഞാലും റോ സിൽക്കിന് 2000 ബിലോ റേറ്റോ എന്ന് ചിന്തിക്കേണ്ട. റോ സിൽക്ക് ഹെവി റേറ്റിലുള്ളതുകൊണ്ട് അറിയാമല്ലോ, 8,000 10,000 ഒക്കെ ഉണ്ട് റോ സിൽക്ക് പെർ മീറ്റർ. എനിക്ക് തോന്നുന്നത് ഒരു 15 കൊല്ലം മുന്നേ സത്യം പറയാം, പെർ മീറ്റർ 600-700 രൂപയ്ക്ക് ഞാൻ കുർത്തി തയ്ക്കാൻ മുറിച്ച് മേടിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. അന്ന് 700 രൂപയൊക്കെയാണ് പെർ മീറ്ററിന്. അത്രയും കൂടിയതുകൊണ്ട് പിന്നെ 15-17 കൊല്ലം മുന്നേ. ഇപ്പോഴത്തെ 600-700 രൂപയല്ല അത്. അപ്പം കൂടിയതുകൊണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ അത്രയും റേറ്റ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഹാൻഡ് വാഷിനൊന്നും മുതിരരുത്. നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ളത്. പക്ഷെ ഭംഗിയാണ്. ഇതേ അതിൻ്റെ അടുത്ത കളറ് നല്ല വാടാമുല്ലയുടെ ഒരു നല്ല ഡാർക്ക് ഷെയ്ഡ്, നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഷെയ്ഡ്. സെയിം സാധനം തന്നെ, കളർ മാത്രം വ്യത്യാസം, വേറൊന്നും വ്യത്യാസമില്ല. എന്നാ പറഞ്ഞേ, ഈ ഒരു ബോർഡറിന് വ്യത്യാസം, ബോർഡറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത്തരം ബുട്ടായിലും വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് ഒറ്റ സെറ്റായിട്ട് വന്ന സാരി തന്നെയാണ്. മുന്താണി ഇതേട്ടെ കണ്ടോ, ആ ഒരു ആൻറ്റിക് സെറി ബോർഡർ നിങ്ങൾ നോക്കി എന്നാ രസമാണ്. നല്ല ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന, നല്ല എന്നാൽ ഭയങ്കര ഓവറായിട്ട് ഫീലും ചെയ്യത്തില്ലാത്ത നല്ല ഒരു ഡിസൈൻ. ഇനി ബ്ലൗസ് ഇതിൻ്റെ കാണിച്ചു തരാം. ബ്ലൗസ് വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഇത് നല്ല നിറച്ചും വർക്കൊക്കെ ചെയ്യാം, ബീഡ്സ് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്ത പോകും, ഇതെന്താണ്, ഇത് തമ്മിലൊരു കോമ്പിനേഷനും ഇല്ലല്ലോ എന്ന്. ഇപ്പോൾ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ് ശരിക്കും പറയുക. ഒരു കോമ്പിനേഷൻസ് പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ കണ്ടേക്കുന്ന മഞ്ഞയും പച്ചയും, അല്ലെങ്കിൽ പച്ചയും മജന്തായും, അല്ലെങ്കിൽ നേവി ബ്ലൂവും കോപ്പറും, അങ്ങനത്തെ ആ ഒരു ട്രഡീഷണലി നമ്മൾ കണ്ടേക്കുന്ന കോമ്പിനേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന. പക്ഷേ ഇത് ഇട്ട് കഴിയും, ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു വീവിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാനാണെങ്കിലും ഓർത്തായിരുന്നു ഇങ്ങനെ കോമ്പിനേഷൻസ് വേറെയാണ്, പക്ഷെ അതിനൊരു സ്റ്റൈലിംഗ് ആണ്, അതൊരു വെറൈറ്റി സ്റ്റൈലിംഗ് ആണ്. എപ്പോഴും കണ്ട് മടുത്ത സാധനത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ. എന്താ നല്ല രസമല്ലേ. റോ സിൽക്കിൻ്റെ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു
നല്ലൊരു അല്ലേ, അതാണ് ആ സ്റ്റഫിനാണ് വില കൊടുക്കുന്നത്. ആ സിൽക്ക് നൂല് നെയ്തെടുക്കുന്ന ആ സാധനത്തിന് വരും മുന്താണി. നല്ലൊരു സഫയർ ഗ്രീന്. എന്നാ രസമോ കളറ് കാണാൻ. നല്ല കളറെടുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബോർഡർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ ആൻറ്റിക്സറി ബോർഡറാണ്, ആൻറ്റിക്സറി വീവിങ് ആണ്. ഇത്തേൽ പോയിരിക്കുന്ന ബുട്ടാസിൻ്റെ എല്ലാം കളർ ഒരു ഗോൾഡ് അല്ല, തിളങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഗോൾഡ് അല്ല, ഒരു ഡസ്റ്റി ആയിട്ട് മെഹന്തി ഒരു കളറിൽ വരത്തില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അതുകൊണ്ട് അതിന് ഒരു പ്രത്യേക വൃത്തിയാണ്. എൻ്റെ നോട്ടത്തിലെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും വിചാരിക്കല്ലേ. ഇത് മുന്താണി. ആ മുന്താണിയുടെ ഒക്കെ ആ ബോർഡറിൻ്റെ വീവിങ് നിങ്ങൾ നോക്കിയാൽ എന്നാ രസമാണ്. അതെല്ലാം അങ്ങനത്തെ ബോർഡറാണ്, അല്ല ബോർഡറല്ല, നൂലാണ്. ഇത് വരും ബ്ലൗസ്. കണ്ടോ, ബ്ലൗസിൻ്റെ ആ കോമ്പിനേഷൻ വ്യത്യാസമാണ്. പക്ഷെ ഒരിക്കലും എന്താണെന്നറിയാമോ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത്തെ പോയിരിക്കുന്ന ആ ഒരു ഇതില്ലേ, ഇവിടുത്തെ വന്നിരിക്കുന്ന ബുട്ട ബോർഡറില്ല, അതെല്ലാം ഇത് തമ്മിൽ നല്ലൊരു കോമ്പിനേഷനുണ്ട് ഈ ഒരു കോപ്പർ വീവിങ്ങുമായിട്ട്. അപ്പം അതിൻ്റെ കൂടെ ആ കളറും കൂടെ വരുമ്പോൾ നല്ല പ്രത്യേകിച്ചൊരു മാച്ചിങ് ആണ്. അതൊരു ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും അത്, ചിലർക്കൊക്കെ അത് കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. ചിലർ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങ് കണ്ട് മനസ്സിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ അപ്പോൾ ഓർക്കും അതന്നെ അങ്ങനെ ഒരു ഇതെന്ന്. കണ്ടോ, ഇതേ അടുത്തത് ഒലീവ് ഗ്രീൻ, പേസ്റ്റൽ കളർ. ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ചെറുപയർ പച്ച എന്ന് പറയും. ഇതിൻ്റെ ഈ ബോർഡറിൻ്റെയും ബുട്ടാസിൻ്റെയും വീവിങ് നിങ്ങൾ നോക്കുക, അതിനാണ് ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. നല്ല അതിന് ചേരുന്ന ഓർണമെൻറ്റ്സും കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്നാ രസം എന്നറിയും. ഒരു 5000-ൻ്റെ സാരി ഉടുത്ത ഫീൽ ഉറപ്പായിട്ടും വരും. 5000 രൂപയുടെ സാരിയാണ് നിങ്ങൾ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാതെ പിന്നെ ഒന്നും വെക്കത്തൊന്നുമില്ല. മുന്താണി ഇത് മെഹന്തി കളറിലാണ് ഒരു മുന്താണിയുടെ ഇരിക്കുന്നത്. ഇനി ബ്ലൗസും കൂടെ കാണിച്ചു തരാം. ബ്ലൗസ് ഒരു സൈസ് യെല്ലോയുടെ നല്ല ഒരു ഷെയ്ഡ് കണ്ടോ, ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ചെറുപയർ പച്ചയും യെല്ലോയും നല്ല കോമ്പിനേഷൻ. ചിന്തിച്ചു നോക്കി, പച്ചമാങ്ങായും പഴുത്ത മാങ്ങായും അല്ലേ? ഞാൻ പറഞ്ഞില്ലാത്ത തെറ്റൊന്നുമില്ല. ഉദാഹരണം പറയും, പെട്ടെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയതാ. നീ ഇത് കണ്ടോ, ഒരു ഇതേ അടുത്ത സാരി പീച്ചിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഞാൻ ഇന്നലെ റോസ് സിൽക്കും ടെസറും എല്ലാം ഓൺലൈനിൽ കാണിച്ചില്ലേ, ഏതോ ഒരൊറ്റ പീസ് ഒഴികെ ബാക്കി ഫുള്ള് തീർന്നു. എന്നാ പെട്ടെന്ന് ഇപ്പം തീർന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻക്വയറി വന്നുകൊണ്ടിരിക്കുക. നല്ല സാരീസാണ് കേട്ടോ, കിട്ടുന്നവർക്ക് ലക്കാണ്. ഞാൻ ഇപ്പോഴും പറയാം, അത് പോയി കഴിഞ്ഞാൽ പോലും ഞാൻ പറയാം, നല്ല സാരീസാണ്. എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആ കാര്യത്തിൽ. പീച്ചിൻ്റെ നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഇതാ ഇത് വരും. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് എനിക്കത് അറിയണ്ട. അടിപൊളി, എന്നാ രസം ആ ഒരു വീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര നമ്മൾ 5000-10,000 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സാരിയുടെ ആ ഒരു വീവിങ് അതിന് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതായത് ഭയങ്കര സങ്കടം. ഓക്കെ, വന്നിട്ട് ദേ ഈ ഒരു ഗ്രേ ഷെയ്ഡ്. ഇതൊരിക്കലും നിങ്ങൾ ഓർക്കരുത്, ഇത് ട്രെൻഡായിട്ട് വരുന്ന കേട്ടോ, അല്ലാതെ വേറെ രീതിക്ക് വരുന്നതല്ല കേട്ടോ. നമ്മുടെ ഷോപ്പിൽ മിനിഞ്ഞാന്ന് വന്ന് സ്റ്റോക്കായത്, അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒരു ഭാഗത്ത് ഓഫർ സെയിലിനുള്ളത് മാറ്റി വെച്ചപ്പോൾ മാറ്റി വെച്ചത് തന്നെ ഇങ്ങനെ പുതിയ സ്റ്റോക്കുകൾ വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അതേകദേശം അടുത്ത സാരി ഒരു മൊഡാൾ സിൽക്കിൻ്റെ സാരിയാണ്. സെമി മൊഡാൾ എന്ന് പറയേണ്ട, നല്ല പ്യുവർ മൊഡാളിൻ്റെ അതേ ഇതാ. മൊഡാളിൻ്റെ അത്യാവശ്യം കൂടിയതല്ല, നല്ലൊരു സ്റ്റഫ്. ഇതൊരു നമ്മുടെ ഇതിനെന്നാ ഈ പ്രിൻറ്റിന് എന്നാ പറയുന്നത്, കലങ്കാരി പ്രിൻ്റ് എന്ന് ചോദിച്ചപ്പം പറയുന്നത് കരിയില പ്രിൻ്റ് അല്ല, കലങ്കാരി പ്രിൻ്റ്. നല്ല നേവി ബ്ലൂ ഷെയ്ഡ്. ഇവിടേക്ക് വരുമ്പം ഒരു ഇത് കൂട്ട് ഗ്രീന്. നോക്ക് സാരി എന്താണ് നോക്ക്. ആർക്കാണ് ഈ സാരി ഇഷ്ടപ്പെടാത്തത്? നല്ല വിലപിടിപ്പ് തോന്നാം. നല്ല വില കൂടിയ സിൽക്ക് സാരിയുടെ, എന്നാൽ ഓവർ സിൽക്ക് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇത് സിൽക്ക് തന്നെയാണ്,
പക്ഷെ സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ബിന്നി സിൽക്കില്ലേ, ബിന്നി സിൽക്കിന് ഇതിലും തിളക്കമുണ്ട്, അത്രയും തിളക്കമൊന്നുമില്ല. അതിൻ്റെ നല്ലൊരു സ്റ്റഫാണിത്. ഒട്ടും കനവില്ല, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആണ്. ഇങ്ങനെ പറ്റിക്കിടക്കുന്ന നല്ല ഒരു സാരി, ആർക്കും ചേരും. കാരണം ഇതിൻ്റെ ആ ഒരു ബോർഡറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനർ സാരിയുടെ ബോർഡറാണ്. ബോഡിയിൽ കലങ്കാരി പ്രിൻ്റാണ്, താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും ഒരുപോലെ ഇരിക്കുന്നു. ഇനി ബ്ലൗസ് വന്നിട്ട് വേണ്ട ഇങ്ങനെ വരും, മുന്താണിയുടെ അതേ കളറിൽ ബ്ലൗസ്. ഇങ്ങനെ ചെറിയ ഒരു സെറിയുണ്ട്, സൈഡിൽ കൂടെ പോയിട്ടുണ്ട്. നല്ലൊരു സാരി. എനിക്ക് എഴുന്നേറ്റ് നിന്ന് കാണിക്കണമെന്നൊരു ഭയങ്കര എന്താ രസം. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സുമായിട്ട് മാച്ചിങ് ചെയ്യുന്നില്ലെങ്കിലേ ഉള്ളൂ, പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു സാരി, ഇങ്ങനത്തെ സാരി ആദ്യം തൊട്ട് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. നമുക്ക് ഒത്തിരി സെയിലായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്കും മെറൂണും കൂടെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻസ് വരുമായിരുന്നു. എൻ്റെ ദൈവം എത്ര എണ്ണമാണ് ഞാൻ തന്നെ സെയിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഇസബല്ല തന്നെ സെയിലാക്കിയിരിക്കുന്നതെന്ന് ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിക്ക് സെയിലായിട്ടുണ്ട്. ഇതേൻ്റെ അടുത്ത സാരി ജാംദാനി. ഈ സാരി കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒറ്റ പീസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റിഡക്ഷൻ സെയിലൊന്നും അല്ല, അല്ലാതെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരേ ഒരു കളറേ ഉള്ളായിരുന്നു. ആ കളറിൽ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആരോ ഒരു കസ്റ്റമർ, ഒത്തിരി പേര് ഇതിന് എൻക്വയറി വന്നു, പക്ഷേ നമുക്ക് സ്റ്റോക്ക് വളരെ കുറവായിരുന്നു. അത് എങ്ങനെയെങ്കിലും ഒരെണ്ണം എനിക്ക് ഒപ്പിച്ച് തരുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് നിരന്തരം അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതാരാന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. എന്തോരം മെസ്സേജ് ഓരോ മിനിറ്റിനുള്ളിലും വരുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ അസാധ്യം. അതേമേ ആ കസ്റ്റമർ ഇത് കാണണേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. കാരണം അവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പറയുമായിരുന്നു, എനിക്കത് വേണമായിരുന്നു, ഞാൻ വൈകിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് സാരി. ഇതിൻ്റെ നല്ല സ്റ്റൈലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാരി കേട്ടോ, ജംദാനി സിൽക്കിൽ ഇങ്ങനെ വരും. ഈ ബോഡിയിൽ ഇത് ഈ കാണുന്നതെല്ലാം വീവിങ് ആണ്. ബോഡി ഇങ്ങനെ ഒരു ക്രീം ഷെയ്ഡിലാണ് ഇത് പോയിരിക്കുന്നത്. മുന്താണി വേണ്ട ഇങ്ങനെ വരും മുന്താണി, കണ്ടോ? ഇതെല്ലാം വീവിങ് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീവിങ്. കണ്ടോ വീവിങ് ചെയ്തിരിക്കുന്ന കണ്ടോ? ബ്ലൗസ് വന്നിട്ട് വേണ്ട പ്ലെയിൻ. അയ്യോ പ്ലെയിൻ അല്ല, എനിക്ക് എപ്പോഴും ഉള്ളതേ തെറ്റിച്ച് കുറച്ചത്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഇത് ബ്ലൗസ് അല്ലേ, ബ്ലൗസ് വന്നിട്ടുള്ള പാർട്ട് ഇതാ കേട്ടോ. ഇങ്ങനെ ആ കയ്യിൽ ഈ ഒരു ആ ഡിസൈൻ മറ്റേത് കുറച്ചും കൂടി വലുതായിട്ടാണ്, ഇത് ഇച്ചിരി ചെറുതായിട്ടുള്ള ഡിസൈൻ. സെയിം റണ്ണിങ് തന്നെയാണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്, പക്ഷെ കയ്യിലത്തെ ഡിസൈന് കുറച്ചും കൂടി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. കൊച്ചു ബോർഡറായിട്ട് ഇങ്ങനെ നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല സാരിയാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സാരി. ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ എടുക്കാം, സെമി പാർട്ടി വെയർ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിക്കാവേ. അന്ന് ഒറ്റ കളറേ ഞാൻ കാണിച്ചുള്ളൂ. ഇത് പീച്ച്. മറ്റേതിൻ്റെ സ്ഥാനത്ത് ഗ്രീനിൻ്റെ സ്ഥാനത്ത് പീച്ചും വയലറ്റ് അങ്ങനെ പല കളറുകളും മിക്സ് ആയിട്ടുള്ളൊരു സാരി. ബാക്കിയെല്ലാം സെയിം തന്നെ. നല്ല സാരി അല്ലേ? അല്ലേ? നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീല് തോന്നിക്കുക. അത് ആ ഒരു കളർ ബ്ലൗസ് ഇടുവാണെങ്കിൽ നല്ലതാണോ? ബ്ലൗസിനേക്കഴിഞ്ഞ് മാലയൊക്കെ അങ്ങനത്തെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതാ അടുത്തതിന് കൂടുതൽ വന്നിരിക്കുന്നത് ഒരു മെറൂണ്, ബ്രൗണ്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കുറച്ച് കളറുകൾ. ഏത് കളറാണ് ഇഷ്ടമെങ്കിൽ എടുത്തോ. ഇതാ നല്ല ഭംഗിയല്ലേ? ബാക്കിയെല്ലാം സെയിം ആട്ടോ. എന്താണ് എന്നാ പറയുന്നത്, ബോർഡറും ഇതെല്ലാം സെയിം. ഇതാണ് ആദ്യം കാണിച്ചത്. റിപ്പീറ്റ് അടിക്കുന്നുണ്ടോ? ഇല്ലല്ലേ, വേറെ കളറല്ലേ? ഇല്ല. ഇതിനുണ്ടല്ലോ, നിങ്ങൾ നമ്പർ കൂട്ടിയ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുള്ളൂ ഉറപ്പായിട്ട്. കാരണം ഒത്തിരി സാമ്യത ചില കളറുകൾക്ക് തമ്മിൽ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ പോയിരിക്കുന്ന ഒലീവ് ഗ്രീനാണ്. മറ്റേ ഇതിന് മുന്നേ കാണിച്ചത് ഈ പച്ചയുള്ളതിൻ്റെ ഇവിടെ പോയിരിക്കുന്നത് ഒരു സൈസ് നേവി ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് ഷെയ്ഡാണ്. വ്യത്യാസമുണ്ട്. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് അയക്കാവുള്ളേ ഞാൻ എപ്പോഴും പറയുക. നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. നമ്പർ കൂട്ടി അയച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് പിന്നെ പോയി വീഡിയോ നോക്കിയിട്ട് ഉറപ്പാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നത്.
അതുകൊണ്ട് നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. കിട്ടൂ. അടുത്തത് ഇത് കണ്ടാൽ തോന്നുന്നു മുമ്പത്തെ പീച്ച് തന്നെയാണോ? അല്ല, ഒരു ചെറിയ വ്യത്യാസമുള്ളേ. മുമ്പത്തെ പീച്ചിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കളറല്ല, വാടാമുല്ല കളറല്ല. ഇവിടെ വന്നിരിക്കുന്നത് ഒരു വയലറ്റ് പോലത്തെ ഷെയ്ഡാണ്. ഇവിടെ ഈ പീച്ചിന് ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ പെയറായിട്ട് വന്നിരിക്കുന്നത് ഒരു വാടാമുല്ല കളറാണ്. അത്ര ഉള്ള വ്യത്യാസം, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് കിട്ടിയില്ല ഇതെടുത്തോ, ഒരു സംശയവും നോക്കണ്ട. നല്ല കാരണം ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ സാരീസ് അത്രയേ ഉള്ളൂ. ഞാൻ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ചുരിദാർ സെറ്റ് കാണിക്കാൻ പോവാണ്. ഇപ്പം നമുക്ക് ഒത്തിരി ഫങ്ഷനുകൾ വരാൻ പോവാണ്. ഇപ്പം നോയമ്പ് തുടങ്ങാൻ പോവാം. നോയമ്പൊക്കെ കണ്ണടച്ച് തീരുമ്പോൾ 15ഉം 17-ാം തീയതി ക്രിസ്ത്യൻസിൻ്റെ മുസ്ലിംസിൻ്റെ ഒക്കെ നോയമ്പ് തുടങ്ങാൻ പോവാം. അത് കഴിയുമ്പോൾ പെട്ടെന്ന് നോയമ്പൊക്കെ തീർന്ന് നമുക്ക് പെരുന്നാളും ഈസ്റ്ററും വിഷുവും എല്ലാം ആഘോഷിക്കണ്ടേ. അപ്പം അത് കഴിയുമ്പോൾ അങ്ങോട്ട് കല്യാണങ്ങളുടെയൊക്കെ കാലമായിരിക്കും. അങ്ങനെയുള്ളതിനെല്ലാം ഒരു സെമി ബഡ്ജറ്റിലുള്ള ഒരു നല്ല ഹെവി വർക്കുള്ള, ഈ വർക്കിൽ ഇങ്ങനെ കട്ട് വർക്കും കൂടെ ചെയ്തിരിക്കുക. ചുരിദാർ സെറ്റാണിത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കട്ട് വർക്കും കൂടെ ചെയ്ത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇതിൻ്റെ കളറ് നല്ല ഒരു ഓനിയൻ ഷെയ്ഡാണ്. ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. അതിൻ്റെ ഷോള് തേണ്ട ഇങ്ങനെ ഇരിക്കും ഷോള്. അന്നേരം നിങ്ങൾ പെരുന്നാൾ അടുക്കട്ടെ, അല്ലെങ്കിൽ ഈസ്റ്റർ ആകട്ടെ, അല്ലെങ്കിൽ കല്യാണം ആകട്ടെ, ഇതിപ്പോൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ് ഓർഗൻസയുടെ മെറ്റീരിയൽ, സോഫ്റ്റാണ്, ഒട്ടും അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നതല്ല. ബോട്ടം ഇങ്ങനെ സാൻഡോൺ ബോട്ടം സെയിം തന്നെ കേട്ടോ. ഇത് വിത്ത് ലൈനിങ് ആണ്, ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ടുള്ള ചുരിദാറാണ്. ലൈനിങ്ങും കൂടെ കൂട്ടി. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് ഞാൻ കാണിക്കാം. ഇത് വരും ഷോള് ഉണ്ടോ. നല്ലൊരു ഒലീവ് ഗ്രീൻ ഷെയ്ഡ്, ആർക്ക് വേണമെങ്കിലും ചേരുന്ന കളർ. ഫ്രണ്ട് പോർഷനിലാണ്, ബാക്ക് പോർഷൻ പ്ലെയിൻ കേട്ടോ. ഫ്രണ്ട് മാത്രമാണ് ഈ വർക്ക് ഉള്ളത്. ഫുൾ ബോഡി ഫ്രണ്ടിലും ബാക്കിലും കൂടി ആ വർക്ക് വരത്തില്ല. ഇത് കട്ട് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കട്ട് വർക്ക്, ഒരു ചെറിയ സ്റ്റോൺ വർക്ക്, എംബ്രോയ്ഡറി വർക്ക്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഫുൾ മെഷീൻ എംബ്രോയ്ഡറി. ഷോൾ ഇതിൻ്റെ ഇതായത് കണ്ട ഒതുങ്ങിക്കിടന്നോളും. ഒട്ടും ഭയങ്കരമായിട്ട് പറന്ന് വയ്ക്കത്തില്ല. പക്ഷെ ഓർഗൻസയുടെ ആ ഒരു ഇതുള്ളത് കൊണ്ട് നല്ലൊരു സ്റ്റഫായിരിക്കും ആണ്. ഇതാ മറ്റൊരു സുപ്പർ ഗ്രീൻ. ഇഷ്ടംപോലെ പാർട്ടി വെയേഴ്സ് ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട്. കുർത്തീസ് ആണെങ്കിൽ ധാരാളം വന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുർത്തീസ് ഒന്നും നിങ്ങളെ ആരെയും കാണിച്ചില്ല ഇതുവരെ. ഈ സാരീസ് കാണിച്ച് വേറൊന്നിനും നേരം കിട്ടുന്നില്ല. വയലറ്റ്, നല്ലൊരു വയലറ്റ് ആട്ടോ. വയലറ്റ് എന്ന് പറഞ്ഞാലും നല്ലൊരു പ്രത്യേക ഷെയ്ഡാണ്. നോക്കിത്തെ നല്ലൊരു പ്രത്യേക ഷെയ്ഡാണ്. കണ്ടോ, ഷോള് വരുമ്പോൾ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുന്ന ഷോളാട്ടോ. മീൻസ് അങ്ങ് പറ്റിച്ചേർന്നല്ല, ഓർഗൻസയുടെ ഒരു ചെറിയ ഇങ്ങനെ ബുഫ്, ആ ഒരു സംഭവം ബുഫ് അതുണ്ട്. എന്നാലും ഓവറായിട്ട് ഇങ്ങനെ പറന്ന് തെറിച്ച് നിൽക്കത്തില്ല. അപ്പം ഒരു പാർട്ടി വെയർ എങ്ങനെയാണ് കിടക്കേണ്ടത് അതുപോലെ. ഇതുകൊണ്ട് വേണമെങ്കിലുണ്ടല്ലോ, ഞാൻ നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ ഓർക്കും മറ്റേ ഷറാറയൊക്കെ തയ്ക്കാൻ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നു. ഷറാറയൊക്കെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ. ഇപ്പം ഇച്ചിരി അല്ലാത്തവർക്കാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കുർത്തി തയ്ച്ചിട്ട്, കുർത്തിയും ബോട്ടം തയ്ച്ചിട്ടിട്ട്, ഇപ്പം നല്ല ലൂസ് ബോട്ടം ഒക്കെ ഇല്ലേ, നമ്മുടെ പ്ലാസോ ബോട്ടം പോലത്തെയൊക്കെ ആക്കി തയ്ച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള പാർട്ടി വെയറായി. അതായത് ഫ്രോക്ക് മോഡലിൽ ബോട്ടം തയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെ തയ്ച്ചിടാൻ നല്ല പറ്റുന്നൊരു സാധനം. അപ്പോൾ എന്താ, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.